മാനന്തവാടിയെ സംബന്ധിച്ച് ഈ മിഷനിൽ ഏറ്റവും വെല്ലുവിളിയായി നിന്നത് ഇതിൻ്റെ ഭൂപ്രകൃതിയാണ് എന്ന് തന്നെയാണ്. ആന ഇറങ്ങിയത് വനത്തോട് ചേർന്ന മേഖലയിലല്ല, നഗരമധ്യത്തിലാണ്. അപ്പോൾ വനം വകുപ്പിൻ്റെ ചിന്തയിലേക്ക് ആദ്യമായി വന്നത് ഇതിനെ മയക്കുവെടി വെക്കുക എന്നത് തന്നെയാണ്. ഇത്തരം ഗൈഡ് ലൈൻസ് ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ജനവാസ മേഖലയിൽ നഗരമധ്യത്തിൽ ആന ഇറങ്ങി നിൽക്കുമ്പോൾ എന്ത് ചെയ്യുക എന്നൊരു സമ്മർദ്ദം വനം വകുപ്പിനെ സംബന്ധിച്ചുണ്ടായിരുന്ന ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിലും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആന ചെരിഞ്ഞതിന് പിന്നാലെ വളരെ വൈകാരികമായി തന്നെയാണ് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് സബ് ട്രഷറിയുടെ പരിസരത്താണ്, കോടതിയുടെ പരിസരത്തിലാണ്. ഇന്നലെ രാവിലെ ഇതിലൂടെയാണ് ഈ തണ്ണീർക്കൊമ്പൻ നടന്നു നീങ്ങിയത്. പിന്നീട് നമ്മുടെ ആ വാഴത്തോട്ടത്തിലേക്ക്, ഈ ദൗത്യം നടന്ന വാഴത്തോട്ടത്തിലേക്ക് എത്തിയതും. ഇവിടെ രാവിലെ ആയതുകൊണ്ട് ആളുകൾ ഇന്നലെ കുറവായിരുന്നു. പക്ഷേ കടകളൊക്കെ ഉണ്ട്, തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്ന സമയമായിരുന്നു. അങ്ങനെ ഒരു കൊമ്പൻ നടന്നു നീങ്ങുന്നത് കണ്ട ആളുകൾ ആശങ്കയിലായി പോയി എന്നൊക്കെ തന്നെയാണ്. ചേട്ടാ, ഇന്നലെ കട തുറന്ന സമയത്താണോ ആന പോയത്? അതെ അതെ, ഒരു 7:30 മണിക്ക് കട തുറന്നു. പാല് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യത്തെ റൗണ്ട് ആന ഇവിടെ വന്നു. അത് പിന്നെ അങ്ങോട്ട് റിട്ടേൺ പോയപ്പം സ്റ്റൗവൊക്കെ ഓഫാക്കി അങ്ങോട്ട് മാറിയിരുന്നു. രണ്ടാമത്തെ ട്രിപ്പ് വന്നു, കോടതി വശം ഇങ്ങനെ കയറി. ആനയെ മയക്കോടി വെച്ച് പിടിച്ചുകൊണ്ടുപോയി, പക്ഷെ ആന ചരിഞ്ഞു. അത് കേട്ടതിൽ വലിയൊരു വിഷമമുണ്ട്. എന്നാലും ഒരു ആരെയും ഉപദ്രവിക്കാതെ കടന്നുപോയ ഒരു ആനയാണ്. ആ സമയങ്ങളിൽ സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ ഇതൊക്കെ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്ന സ്ഥലമാണിത്. ആരെയും ഉപദ്രവിക്കാതെ തന്നെ അത് ആ വയലിലേക്ക് ഇറങ്ങി. ഉണ്ടായിരുന്നു ഇന്നലെ? ഇല്ല, ഞാൻ ഇന്നലെ വിരിപ്പുറത്തിൽ കടയടച്ചു. എന്നോട് ഈ സാറൊക്കെയാണ് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ പിന്നെ ജനങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആർക്കും ഒരു അപകടമില്ലാത്ത രീതിയിൽ ആനയെ വയലിലേക്ക് എത്തിച്ചത്. അവിടെ മയക്കോടി വെച്ചു വയലിൽ വെച്ച് ആന ചെരിഞ്ഞു പോയ സമയത്ത് വനം വകുപ്പിനെതിരെ വലിയ വിമർശനമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. വിമർശനം വരുന്നുണ്ടെങ്കിലും നമ്മൾ കേട്ടറിവ് വെച്ചിട്ട് ഇതിൻ്റെ മുന്നേ ഈ ആനയെ മയക്കോടി വെച്ച് റേഡിയോ കോഡ് കെട്ടി തുറന്നു വിട്ടതായിട്ടാണ് അറിയുന്നത്. പിന്നെ ഒരു കേട്ടറിവെന്ന് വെച്ചാൽ 2 ആഴ്ച 3 ആഴ്ച മുന്നെയാണ് ഇതിന് വെച്ചത്. അത് പിന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങുമ്പം ഇവിടുന്ന് മയക്കുവെടി വെക്കാതെ യാതൊരു നിർവാഹവുമില്ല. ഓക്കെ, ഈ ആന നടന്നു നീങ്ങിയ വഴിയിൽ സമീപത്ത് തന്നെയായി കച്ചവടം ചെയ്യുന്ന ചേട്ടൻ്റെ പ്രതികരണമാണ് കേട്ടത്. ആന ചെരിഞ്ഞതിലുള്ള സങ്കടമുണ്ട്, പക്ഷേ ഇന്നലെ കട തുറക്കാൻ വരുന്ന സമയത്താണ് കൊമ്പൻ ഇതിലൂടെ നടന്നു നീങ്ങുന്നത്. അത് വലിയ ആശങ്കയൊക്കെയായി നിന്നിരുന്നു. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്, ഈ മാനന്തവാടിയുടെ ഭൂപ്രകൃതി തന്നെയാണ് ഒരുപക്ഷെ മയക്കുപിടി വെക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചതെന്നാണ്. കാരണം വനത്തോട് ചേർന്ന പ്രദേശമാണെങ്കിൽ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയുമൊക്കെ ആനയെ തുരത്താൻ കഴിഞ്ഞേനെ. ഇത് നഗരമധ്യത്തിൽ ഒരു താഴ്ന്ന പ്രദേശത്ത് നിലയുറപ്പിച്ച ആന ജനങ്ങൾ വലിയ ആശങ്കയിലായിരുന്നു. അവിടെ മേഖലയിൽ മാത്രമല്ല, വാഴത്തോട്ടത്തിൽ മാത്രമല്ല, അവിടെ നിന്ന് ഒരു ഘട്ടത്തിൽ ആന ഇറങ്ങി വീടുകൾക്ക് ഇടയിലൂടെയൊക്കെ നടന്നിരുന്നു. ആർക്കും ശല്യമായില്ല, അപകടകാരി ആയില്ല എന്നത് ആശ്വാസമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതിൽ വളരെ ദുഃഖത്തിൽ തന്നെയാണ്. ആ രീതിയിലുള്ള പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്നത്.